ഹായ് ഡിയേഴ്സ്, എം ക്യൂബിലോട്ട് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററുകാരുടെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കുറിച്ച് സാധാരണ ഒരു ധാരണയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ഒരു സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ? സർക്കിളിനെ ബേസ് ചെയ്തിട്ട് 4 ക്വാഡ്രന്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നത്. അവിടെ അവരുടെ റേഞ്ച് എന്താണ്, ഡൊമൈൻ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യം നമ്മൾ +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ന്യൂ മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ പേര് തന്നെ മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ ഒരു സർക്കിളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതേപോലെയാണ് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ നമ്മളൊരു ഹൈപ്പർബോളയുടെ കേസ് വെച്ചിട്ടാണ് പഠിക്കുക. ഓക്കെ, ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ട്രിഗണോമെട്രിയിൽ 6 ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? sin x, cos x, tan x, ദെൻ അവന്റെ റെസിപ്രോക്കൽസ് ആയിട്ട് വരുന്ന cosec x, sec x, cot x, അല്ലെ? ഇവരെ തന്നെ കൂടെ ഒരു h കൂടി ചേർത്തി പറഞ്ഞാൽ, അതായത് sin h x, sin x എന്നതിന് പകരം sin h x എന്ന് പറയുന്നു. വേണമെന്നുണ്ടെങ്കിൽ sinh x എന്ന് വായിച്ചോളൂ. ദാറ്റ്സ് അപ് ടു യു. ഇതൊരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നാണ് അറിയപ്പെടുക. sin x എന്നത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ sinh x, അതായത് sin h x എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ e പവർ x മൈനസ് e പവർ മൈനസ് x ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ആണ്. നാച്ചുറൽ ലോഗരിതത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളാണ് എക്സ്പൊണൻഷ്യൽ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ദി ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് sinh x, അതായത് sin h x, അതായത് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ h എന്നുള്ളതിന് വരുമ്പോൾ എങ്ങനെ പറയാം? ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ എന്നാണ് അറിയപ്പെടുക. സൈനിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് കൊസീക് എന്ന് നമുക്കറിയാം, അല്ല? sin x ന്റെ റെസിപ്രോക്കൽ കൊസീക് x ആണെങ്കിൽ sinh x ന്റെ റെസിപ്രോക്കൽ എന്ത് പറയും? കൊസീക് h x എന്ന് പറയും, അല്ലെ? സൈൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൊസീക് എന്നുള്ള ഷോർട്ട് ആയിട്ട് CSC എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. കൊസീക് h x is equal to 2 divided by e power x minus e power minus x എന്ന് വരും. അതിന് നേരെ റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി, അതായത് റെസിപ്രോക്കൽ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ sinh x മനസ്സിലായ ഒരാൾക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? കൊസീക് h x എഴുതാനായിട്ട് സാധിക്കും. ഇനി കോസിനെ നമ്മൾ നോക്കുകയാണെങ്കിലോ, കോസ് h x എന്ന് പറയുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോഷ് എക്സ് എന്ന് വേണമെങ്കിൽ വായിച്ചോളൂ. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഏതർ കോസ് എച്ച് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കോഷ് എക്സ്, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളൂ. അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ sinh x പറഞ്ഞപ്പോൾ അവിടെ മൈനസ് വന്നു, കോഷ് എക്സ് പറയുമ്പോൾ എന്ത് വന്നു? പ്ലസ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ കോസ് എച്ച് എക്സ് എന്ന ഹൈപ്പർബോളിക് കൊസൈൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് നമുക്ക് അതിനെ കിട്ടുന്നു, ഓഫ് കോഴ്സ് സീക് എച്ച് എക്സിനെ കിട്ടുന്നു. ഓക്കെ, അപ്പൊ സീക് എച്ച് എക്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ സീക് എച്ച് എക്സ് ഈക്വൽ ടു നേരെ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതേണ്ടി വരും, 2 ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് എന്ന് വരുന്നു. ഓക്കെ, ഇനി ടാനിലോട്ട് വരാം. ടാൻജ് എക്സ് അല്ലെങ്കിൽ ടാൻ എച്ച് എക്സ് എന്താണ് നോക്കാം. ഹൈപ്പർബോളിക് ടാൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് ടാൻ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ആണല്ലോ? ഇവിടെയും അതേ തന്നെ ഒന്ന് ചെയ്താൽ മതി. സൈൻ എച്ച് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് എക്സ് ആണ് നമ്മുടെ ടാൻ എച്ച് എക്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ഓഫ് കോഴ്സ് നമുക്കറിയാം ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരിക.
അല്ലെ. സോ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും നമുക്കൊരു ആൻസർ കിട്ടുക. സോ ടാൻ എച്ച് എക്സ് എന്ന ഹൈപ്പർബോളിക് ടാൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരിക? ദെൻ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? അഫ്കോഴ്സ് കോട്ട് എച്ച് എക്സ് എഴുതാനായിട്ട് സാധിക്കും അല്ലെ. സോ കോട്ട് എച്ച് എക്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നേരെ ഇതിന്റെ റെസിപ്രോക്കൽ അങ്ങനെ എഴുതിയാൽ മതി. സോ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ഡി ഹോൾ ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് എന്ന് വരും. സോ ഇതാണ് നമ്മുടെ കോട്ട് എച്ച് എക്സ് എന്ന് പറയുന്ന ആ കോട്ടിന്റെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ 6 ഫംഗ്ഷൻസിനെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. സോ നോർമലായിട്ട് പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പോലെ തന്നെയാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ട്. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ പറഞ്ഞൊക്കെ സാമ്യതകളാണ് അല്ലെ. ഇപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക് കിട്ടുന്നത് പോലെ സൈൻ എച്ച് എക്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക് എച്ച് എക്സ് കിട്ടും. ആൻഡ് വൈസ് വേഴ്സ തിരിച്ചും പറയാനായിട്ട് സാധിക്കും. സോ ഇവർക്കിടയിൽ ചില റിലേഷൻസ് ഉണ്ട്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഇടയിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡിഫറൻസസ് കൂടിയുണ്ട്. എന്താണ് ഡിഫറൻസസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അതായത് സൈൻ എക്സ് കോസെക് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പീരിയോഡിക് ആണ് അല്ലെ. എന്താണ് പീരിയോഡ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ കഴിഞ്ഞാൽ ഒരു വാല്യൂ കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും ആണല്ലോ. ഇപ്പൊ 360 ഡിഗ്രി കഴിഞ്ഞാൽ അതായത് 2π എന്ന് പറയുന്ന റേഡിയൻ കഴിഞ്ഞാൽ സൈനിന്റെയും കോസിന്റെയും ഒക്കെ വാല്യൂസ് എന്താവും? റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം അല്ലെ. ഇപ്പൊ സൈൻ 30 ഡിഗ്രി 1/2 ആണെങ്കിൽ പ്ലസ് 360 ചെയ്താൽ സൈൻ 390 ഡിഗ്രി 1/2 ആയിരിക്കും അല്ലെ. വീണ്ടും ഒരു 360 ചെയ്താലോ സൈൻ 750യും 1/2 ആയിരിക്കും. ഇങ്ങനെ ഓരോ 360 ഡിഗ്രി കഴിയുമ്പോഴും സൈനിന്റെയും കോസിന്റെ വാല്യൂസ് മാറിക്കൊണ്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടേ വരും. പീരിയോഡിക് ആണ് അല്ലെ. ടാൻ എടുത്താലോ ഓരോ 180 ഡിഗ്രിക്കും ഓരോ പൈ റേഡിയൻസിനും അതിന്റെ വാല്യൂ റിപ്പീറ്റ് ആയിക്കൊണ്ടേ വരും. സോ ഇവർ പീരിയോഡിക് ആണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. പക്ഷെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്തല്ല, പീരിയോഡിക് അല്ല. അതിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അവരുടെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. സോ അതെന്തല്ല, പീരിയോഡിക് അല്ല. അത് നമ്മളൊരു വ്യത്യാസം. ഇനി ഇവരുടെ റേഞ്ചിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലോ ഇപ്പൊ സൈനിന്റെ റേഞ്ച് എടുത്താൽ നമുക്കറിയാം -1 തൊട്ട് 1 വരെയാണ് ആണല്ലേ. സോ ഇപ്പൊ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 4 ക്വാഡ്രന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്നിങ്ങനെ 4 ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ഇപ്പോ ASTC ആണല്ലേ, ആഷിഖ് സാറിന്റെ ട്യൂഷൻ സെന്റർ. ഓക്കെ, എനിവേ ASTC ഓള് STC സൈന് ടാന് കോസ്. നമുക്കറിയാം ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ സൈനിന്റെ വാല്യൂ 0-ൽ നിന്നും 1-ലോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം ആണല്ലോ. സോ സൈനിന്റെ വാല്യൂ 0-ൽ നിന്നും 1-ലോട്ടാണ് പോവുക. സെക്കൻഡ് ക്വാഡ്രന്റിലോ സൈനിന്റെ വാല്യൂ 1-ൽ നിന്നും 0-ലോട്ട് വരും. തേർഡ് ക്വാഡ്രന്റിലോ 0-ൽ നിന്നും -1-ലോട്ട് വരും. ഫോർത്ത് ക്വാഡ്രന്റിലോ -1-ൽ നിന്നും 0-ലോട്ട് പോകുന്നു. സൈനിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ ബാക്കിയുള്ളവർക്കും അവരുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. സൈനിലെ ഇവിടെ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂസ് എങ്ങനെയാണ്? 0-ൽ നിന്നും 1-ലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതായത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിലോ 1-ൽ നിന്നും 0-ലോട്ട് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. തേർഡ് ക്വാഡ്രന്റിലോ 0-ൽ നിന്നും -1-ലോട്ട് വീണ്ടും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫോർത്ത് ക്വാഡ്രന്റിലോ -1-ൽ നിന്നും 0-ലോട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഹോൾ ടുഗദർ ആയിട്ട് പറയുമ്പോൾ സൈനിന്റെ വാല്യൂ -1-നും 1-നും ഇടയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലെ. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, അതങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ സിൻജെക്സ് അതായത് ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ അങ്ങനെയല്ല. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഒരു സിംഗിൾ ആണ്, ലീനിയർ ചേഞ്ച് ആണ്, ഇൻക്രീസിങ് മാത്രം. -∞ മുതൽ +∞ വരെ അതങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ട്രിഗണോമെട്രിക് ആയിട്ടുള്ള സൈൻ ഫംഗ്ഷന്റെ വാല്യൂ റേഞ്ച് -1-നും 1-നും ഇടയിൽ ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. -1 to 1 ഇടയിൽ കൂടും കുറയും എന്നിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സിൻജെക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? -∞ നിന്ന് തുടങ്ങി +∞ലോട്ട് ഒരു പോക്കാണ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കേസ് എടുത്താലും. സോ ഇതാണ് ഇവർക്കിടയിൽ വന്ന രണ്ടാമത്തെ വ്യത്യാസം. സോ ആദ്യം പറഞ്ഞു അവർ പീരിയോഡിക് ആണ്, അവർ പീരിയോഡിക് അല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ റേഞ്ചിനെ വെച്ചിട്ട് പറഞ്ഞു. ഇതേപോലെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരുടെ റേഞ്ചും ഇതേപോലെ ചേഞ്ച് ആവുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതായിട്ട് ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞ ആ ആംഗിളിന്റെ വാല്യൂ, ആ എക്സിന്റെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷേ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് എപ്പോൾ ആ എക്സ് വളരെ വലിയ വാല്യൂ ആകുമ്പോൾ, വളരെ വലിയ വാല്യൂ ആകുമ്പോൾ, പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനത്തെ വളരെ വലിയ വാല്യൂ ആകുമ്പോൾ അതിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ
ഇ പവർ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇ പവർ മൈനസ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും. ഇങ്ങനെയാണ് അവന്റെ വാല്യൂസ് വരിക. ഓക്കെ, സോ ഇങ്ങനെയാണ് അവന്റെ വാല്യൂസ് വരിക എപ്പോൾ ഇവന്റെ വാല്യൂ വളരെ വലുതാകുമ്പോൾ. ഓക്കെ, ഇ പവർ എക്സ് എന്ന് പറയുമ്പോൾ ഇ പവർ എക്സ് ബൈ 2 വരും, ഇ പവർ മൈനസ് എക്സ് എന്ന് ഇ പവർ മൈനസ് എക്സ് ബൈ 2 എന്നും വരും, 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റും വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സിൻടാക്സിൽ തന്നെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എക്സ് വളരെ വലുതാണ് വയ്ക്കുക, എക്സ് വെരി ലാർജ് ആണെന്ന് വിചാരിക്കുക. എക്സ് വെരി ലാർജ് ആണെങ്കിൽ സിൻടാക്സിന്റെ വാല്യൂ എങ്ങനെ വരുന്നത് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇതിന് മാത്രം ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ സിൻടാക്സ് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ബൈ 2 എന്നാണ് അല്ലെ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സിനെ എങ്ങനെ എഴുതാം? 1 ബൈ ഇ പവർ എക്സ് എന്ന് എഴുതാലോ. അതാണ് ഇ പവർ മൈനസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുണ്ട് ആണല്ലോ. അപ്പൊ എക്സ് വളരെ വലുതാണ്. എക്സ് വളരെ വലുതാവുമ്പോൾ ഇ പവർ എക്സും വളരെ വലുതായിരിക്കും ആണല്ലോ. ദെൻ ഓട്ടോമാറ്റിക്കലി 1 ബൈ ഇ പവർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? 0 എന്ന് പറയാനായിട്ട് സാധിക്കും ആണല്ലോ. കാരണം ഡിനോമിനേറ്റർ അത്രത്തോളം വലുതാണ്. ഡിനോമിനേറ്റർ അത്രത്തോളം വലുതാകുമ്പോൾ ടോട്ടൽ വാല്യൂ നമുക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് മൊത്തം നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ ആൻസർ എന്ത് വന്നു? ഇ പവർ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഇതാണ് ഇതിന് ആൻസർ വരുന്നത്, ഇ പവർ എക്സ് ബൈ 2. എപ്പോൾ എക്സ് വളരെ വലുതാകുമ്പോൾ അല്ലെ. ഇതേ തന്നെ എക്സ് വളരെ വലുതാണ് പക്ഷെ നെഗറ്റീവ് എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് നെഗറ്റീവ് ആണ് പക്ഷെ മോഡുലസ് ഓഫ് എക്സ് വളരെ വലുതാണെന്ന് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? സിൻടാക്സിന് എങ്ങനെ എഴുതാം? അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഇ പവർ എക്സ് മൈനസ് 1 ബൈ ഇ പവർ എക്സ് ബൈ 2 എന്നാണ്. എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലെ. അപ്പൊ എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള ആളാകുമ്പോൾ നോക്കിയോളൂ, ഇ പവർ മൈനസ് എക്സ് മൈനസ് ഇ പവർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക ഇക്വേഷൻ അല്ലെ. കാരണം എക്സ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇ പവർ എക്സ് എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എക്സ് ആവും, മൈനസ് ഇ പവർ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ എക്സ് ആയിട്ട് മാറും. അങ്ങനെയാണല്ലോ വരിക. അപ്പൊ വൺസ് അഗൈൻ ഈ ടേം മൊത്തത്തിൽ എന്താവും? ഈ ടേം മൊത്തത്തിൽ 0 ആയിട്ട് മാറും. ഇപ്പൊ അവിടെ പറഞ്ഞാൽ അപ്പൊ ബാക്കി എന്ത് വരും? മൈനസ് ഇ പവർ എക്സ് ബൈ 2 എന്ന് വരും. സിൻടാക്സിന്റെ വാല്യൂ വന്നില്ലേ? ഓക്കെ, ഞാൻ ടാനിനും കൂടെ ഒന്ന് പറഞ്ഞുതരാം, ടാൻ എച്ച് എക്സിനും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോളൂ, എക്സ് വളരെ വലിയ വാല്യൂ ആണ് വിചാരിക്കുക. ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞിട്ട് എക്സ് വളരെ വലിയ വാല്യൂ ആണ് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ ഇ പവർ മൈനസ് എക്സും ഇ പവർ മൈനസ് എക്സും നമുക്ക് ഒഴിവാക്കി കളയാം. കാരണം എക്സ് വളരെ വലുതാണ്. എക്സ് വളരെ വലുതാകുമ്പോൾ ഈ ടെൻസ് 0 ആവും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത് അല്ലെ. അപ്പൊ ബാക്കി ആര് വരും? ഇ പവർ എക്സ് ബൈ ഇ പവർ എക്സ് മാത്രം വരും. അതായത് ടാൻ എച്ച് എക്സിന്റെ വാല്യൂ എന്ത് വരും? 1 എന്ന് വരും. കാരണം ഇ പവർ എക്സ് മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ 1 എന്ന് വന്നു. ഇതാണ് കോൺസെപ്റ്റ്. സോ എക്സിന്റെ വാല്യൂ വളരെ വലുതാവുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇന്ന പോലെ ഒരു വാല്യൂസ് വരുന്നു എന്ന് നമുക്കൊരു ലിമിറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പറയുന്ന പോലെ തന്നെ ഇവർക്കും ചില ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില റിലേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ 1-2 കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് പറയാനുള്ളത് അല്ലെ. ഇപ്പൊ എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും സെയിം ആണെന്ന് വിചാരിക്കുക. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിന് ഈവൻ എന്ന് പറയാം അല്ലെ. സോ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ ഈവൻ എന്നാണ് പറയാ. പക്ഷെ അതേസമയം എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഓഡ് ഫംഗ്ഷൻസ് അല്ലെ. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയാൽ അതിന് നമ്മൾ ഓഡ് എന്ന് പറയും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോസ് എക്സ് തന്നെയാണ് അല്ലെ. കോസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ഫംഗ്ഷൻ നമുക്ക് ഒരു ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അതേസമയം സൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ. സോ അവിടെ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് അത്തരം ഫംഗ്ഷൻസ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും ആണല്ലോ. ഓക്കെ, അപ്പൊ നോർമലി ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരു ഈവൺ ഫംഗ്ഷന്റെയും ഒരു ഓഡ് ഫംഗ്ഷന്റെയും സം ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാലോ. 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ 2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ് ആണല്ലോ. ഈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് പകരം എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്താലോ അല്ലെ. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 എഫ് ഓഫ് എക്സ്
ഡിവൈഡ് ബൈ 2 2 ക്യാൻസൽ ആയി എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും ആണല്ലോ. അപ്പൊ ഇതിന്റെ കൂടെ ഒരേ നമ്പറിനെ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത വല്ല വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. ഒരു നമ്പറിനൂടെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു ക്വാണ്ടിറ്റിയിലൂടെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് അതേ നമ്പറിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സിന്റെ കൂടെ എഫ് ഓഫ് മൈനസ് എക്സിനെ ആഡ് ചെയ്യാം, എഫ് ഓഫ് മൈനസ് എക്സിനെ സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലെ. സോ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിനെ ആഡ് ചെയ്തു, എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ വല്ല വ്യത്യാസം വരുമോ? വരില്ല. ദ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. അപ്പോഴും ഇതേ ആൻസർ തന്നെയല്ലേ വരിക, എഫ് ഓഫ് എക്സ് തന്നെയല്ലേ വരിക അല്ലെ. അതും അത് ക്യാൻസൽ ആയി. ഇത് രണ്ടും കൂടി ചേർന്ന് 2f(x/2) ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് തന്നെ വരും. അപ്പൊ ഇതിനെ ഒന്ന് പൊസിഷൻ മാറ്റി എഴുതാം. ഈ എഫ് ഓഫ് എക്സിന് ആദ്യം എഴുതിയിട്ട് ആ എഫ് ഓഫ് മൈനസ് എക്സിനെ രണ്ടാമത് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പ്ലസ് ഈ എഫ് ഓഫ് എക്സിന് എഴുതാം, മൈനസ് എഫ് ഓഫ് മൈനസ് എക്സിന് എഴുതാം. എന്നിട്ട് അവനെ എഴുതാം. ഇയാളെ ആദ്യം എഴുതി, ഇയാളെ രണ്ടാം തീയതി, ഇതിന് മൂന്നാം തീയതി, ഇതിന് നാലാം തീയതി എഴുതി. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ദ ഹോൾ ഡിവൈഡ് ബൈ 2 കൊടുക്കണം. ദ ഹോൾ ഡിവൈഡ് ബൈ 2 കൊടുക്കണേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താലോ? ഇവർക്ക് 2 എന്ന് കൊടുത്തിട്ട് ഇവർക്കും 2 എന്ന് കൊടുത്താലോ? ആ പ്ലസ് നിങ്ങൾ സെന്ററിൽ ഇട്ടാൽ മതി. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ ഏതായാലും കണക്ക് വന്നു തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷന് നമ്മൾ ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മായിട്ട് എഴുതി. അതിൽ ഇതാണ് ആ ഫംഗ്ഷന്റെ ഈവൻ പാർട്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഈവൻ പാർട്ട്. ഇതാണെങ്കിലോ അതിന്റെ ഓഡ് പാർട്ട്. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ ഓഡ് പാർട്ടാണ് ഇത്. അപ്പൊ ഈവൻ പാർട്ടും ഓഡ് പാർട്ടും. ഇങ്ങനെ ഏതൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അയാളെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? രണ്ട് ഫംഗ്ഷൻസ്, അതായത് ഒരു ഓഡിന്റെയും ഒരു ഈവന്റെയും സം ആയിട്ട് എഴുതാൻ സാധിക്കും. ഇങ്ങനെ സം ആയിട്ട് എഴുതാൻ സാധിക്കും അല്ലെ. അപ്പൊ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, സിഞ്ച് എക്സിനെയും കോഷ് എക്സിനെയും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. സിഞ്ച് എക്സ് ആരാണ്? ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോഷ് ആരാണ്? ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 അല്ലെ. ഇതിനായിട്ട് ആദ്യം എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഇ പവർ മൈനസ് എക്സിന്റെ ഇവിടെ മൈനസും ഇവിടെ പ്ലസും അത് രണ്ട് ക്യാൻസൽ ആയി പോകും ആണല്ലോ. ബാക്കി ആര് വരും? ഇ പവർ എക്സ് പ്ലസ് ഇ പവർ എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇ പവർ എക്സ് എന്ന് വരും. അപ്പോൾ ഇ പവർ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷന് നമുക്ക് ഇവര് രണ്ടുപേരും സമ്മായിട്ട് എഴുതാം. ഇവര് രണ്ടുപേരും എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അല്ലെ. ഇതിൽ ആരാണ് ഓഡ് പാർട്ട്? ഇവനാണ് ഓഡ് പാർട്ട്. ഈ മൈനസ് വന്നിട്ടുള്ള ഇവനാണ് ഓഡ് പാർട്ട് അല്ലെ. ഇങ്ങനെ മൈനസ് വന്നവനാണ് ഓഡ് പാർട്ട്. ഇങ്ങനെ ഇടയിൽ പ്ലസ് വന്നിട്ടുള്ള ഇവനാണ് ഈവൻ പാർട്ട്. അപ്പോൾ ഇ പവർ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷന് സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞ ഒരു ഓഡ് ഫംഗ്ഷന്റെയും കോഷ് എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഈവൻ ഫംഗ്ഷന്റെയും സം ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അവരുടെ സം ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഈ ഒരു കാര്യം കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെ എഴുതാൻ മനസ്സിലായല്ലോ. ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഇവിടെ ഒന്നുണ്ട്, പക്ഷെ കുറച്ച് മാറ്റിയിട്ടാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സിഞ്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി കേട്ടല്ലോ. സോ കോസ് സ്ക്വയർ എക്സ് മൈനസ് സിഞ്ച് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ അവിടുത്തെ പോലെ തന്നെയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് വേറെ 1-2 പ്രോപ്പർട്ടീസ് കൂടെ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്കൊന്ന് കോസ് സ്ക്വയർ എക്സ് വെച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സിഞ്ച് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഇതാണല്ലോ വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. മൈനസ് സൈൻ ബൈ കോസ് അല്ലെ. സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻ ആണ്. സോ സിഞ്ച് ബൈ കോസ് ടാൻജ് ആണ്. ഞാൻ അതിന്റെ സ്ക്വയർ എടുത്താൽ ടാൻജ് സ്ക്വയർ എക്സ്, ടാൻജ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് സീക്ക് ആണ്. അപ്പൊ 1 ബൈ കോസ് സീക്ക് എച്ച് എക്സ് ആണ്. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോഴോ സീക്ക് എച്ച് സ്ക്വയർ എക്സ് എന്ന് വരും. സോ ഇതാണ് നമുക്കുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതേപോലെ ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് സിഞ്ച് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താലോ.
ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഈ സൈഡ് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇനി ലെഫ്റ്റ് റൈറ്റും സിഞ്ച് സ്ക്വയർ എക്സ് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ വരും? കോഷ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സിഞ്ച് സ്ക്വയർ എക്സ് മൈനസ് സിഞ്ച് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ once again സിഞ്ച് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ സിഞ്ച് സ്ക്വയർ എക്സ് എന്ന് വരും. അപ്പൊ ഇതിനെ എങ്ങനെ ഇംപ്ലൈസ് ചെയ്ത് വിടാം? കോസ് ബൈ സീനെ എന്ത് ചെയ്താം? കോട്ട് എന്ന് എഴുതാം ആണല്ലോ. സോ കോട്ട് എച്ച് സ്ക്വയർ എക്സ് മൈനസ് ഇതേ ബൈ ഇതെന്താണ്? 1 ആണ്. ഈസ് ഈക്വൽ ടു അതേ ബൈ എന്ത് വരും? കൊസീക് എച്ച് സ്ക്വയർ എക്സ് അല്ലെ, കൊസീക് എച്ച് സ്ക്വയർ എക്സ് എന്ന് വരും. വേണമെന്നുണ്ടെങ്കിൽ -1 അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? കോട്ട് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കൊസീക് എച്ച് സ്ക്വയർ എക്സ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്കുള്ള മൂന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക, അതിൽ നിന്ന് ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ റിലേഷൻസ് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം. സോ പേജ് നമ്പർ 34 തന്നിട്ടുള്ള സപ്ലിമെന്ററിയിലെ ഒന്നാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. കോഷ് എക്സ് ഈക്വൽ ടു 17/15 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കോഷ് എക്സ് ഈസ് ഈക്വൽ ടു 17/15 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി 5 ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. 6ൽ ഒരാളെ തന്നിട്ട് ബാക്കി 5 കണ്ടുപിടിക്കണം. ആസ് യൂഷ്വൽ +1 പഠിച്ചാൽ അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? സിഞ്ച് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ആണല്ലോ. അപ്പൊ കോസ് എത്ര തന്നത്? 17/15. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 17ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 289 വരും അല്ലെ. സോ 289 ഡിവൈഡഡ് ബൈ 15ന്റെ സ്ക്വയർ 225 മൈനസ് 1. ഞാൻ പെട്ടെന്ന് എഴുതാന്ന്, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ. 17² / 15² -1 എന്ന് എഴുതാം. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 289 - 225 എന്ന് പറയുമ്പോൾ 64 വരും ഡിവൈഡഡ് ബൈ 225 എന്ന് വരും. ഇതാണ് ആര്? സിഞ്ച് സ്ക്വയർ എക്സ്. നമുക്ക് വേണ്ടത് സിഞ്ച് എക്സ് ആണ്. അപ്പൊ സിഞ്ച് എക്സ് എന്ത് വരും? ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 8/15 എന്ന് വരും. സോ +or -8/15 എന്നാണ് വരിക. ആര്? നമ്മുടെ സിഞ്ച് എക്സ്. +or - നമുക്ക് അതിന്റെ റൂട്ട് എടുക്കുകയാണ്. അപ്പൊ സിഞ്ചും കിട്ടി, കോഷും കിട്ടി. അപ്പൊ രണ്ടുപേരും ഡിവൈഡ് ചെയ്താൽ ആര് വരും? ടാൻജ് വരും. സോ ടാൻജ് കിട്ടാൻ സിഞ്ച് ബൈ കോഷ് ഇതാണല്ലോ ചെയ്യേണ്ടത്. സിഞ്ച് എത്രയാണ് കിട്ടിയത്? 8/15 ഡിവൈഡ് ബൈ ടാൻജ് എത്രയാണ്? സോറി, കോഷ് എത്രയാണ്? 17/15. സോ ആൻസർ എന്ത് വരും? 8/17 എന്ന് വരും. ആര് കിട്ടി നമുക്ക്? നമ്മളെ ടാൻജ് കിട്ടി. സോ +or -8/17 എന്ന് വന്നു. എല്ലാരും റെസിപ്രോക്കൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനും കിട്ടുമല്ലോ. അപ്പൊ കോഷ് വന്ന സ്ഥിതിക്ക് സീക്ക് എന്ത് വരും? സീക്ക് എച്ച് എക്സ് എന്ന് പറയുന്നത് 15/17 എന്ന് വരും. അതിന്റെ റെസിപ്രോക്കൽ. സിഞ്ച് കിട്ടിയ സ്ഥിതിക്ക് കൊസീക്ക് എന്ത് വരും? അതിനെ തിരിച്ചിടുക. +or -15/8 എന്ന് വരും. കോട്ട് ടാൻ കിട്ടിയ സ്ഥിതിക്ക് കോട്ട് എന്ത് വരും? തിരിച്ചിടുക. +or -17/8 എന്ന് വരും. സോ ദാറ്റ്സ് ഓൾ. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് അല്ലേ? സോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാം. ആദ്യം തന്നാലും ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാം. കാരണം കോഷും സിഞ്ചും ഇവിടെ വന്നു, ടാൻ സീക്കും അവിടെ വന്നു, കോട്ടും കൊസീക്കും ഇവിടെ വന്നു. സോ ഇതിൽ ഏതൊരാളെ തന്നോ അയാളെ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മറ്റേ കണ്ടുപിടിക്കുക. പിന്നെ അവർ രണ്ടും ഉപയോഗിച്ചിട്ട് ഇനി തന്നെ കണ്ടുപിടിക്കുക. എല്ലാവരും റെസിപ്രോക്കൽ എടുത്ത മൂന്നാമത്തെ ആളെയും കിട്ടുന്നു നമുക്ക്. കേട്ടല്ലോ. അപ്പൊ ഇപ്പൊ കൊസീക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൊസീക്ക് കോട്ട് കണ്ടുപിടിക്കാം ആണല്ലോ. കൊസീക്കിന്റെ റെസിപ്രോക്കൽ എടുത്താൽ സിഞ്ച് കിട്ടും, കോട്ടിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ടാൻജ് കിട്ടും. ഇവര് രണ്ടിനും ഉപയോഗിച്ച് കോഷ് കണ്ടുപിടിക്കാം, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ സീക്ക് കിട്ടും. ഇങ്ങനെ പരസ്പരം ആ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കേട്ടല്ലോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തൽക്കാലം ഇതോടുകൂടി നിർത്താം. ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇത് ഇൻട്രോ ആണ്. ഇത് നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അതുവരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സോ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന സൈനിങ് ഓഫ്. ഗുഡ് ബൈ.